ബിഗ് ബോസ് മലയാളം സീസൺ 8 എല്ലാവരും കേട്ടിരിക്കും. പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് അറിയാം, ഇപ്രാവശ്യം സാധാരണ ആളുകൾക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് എൻട്രി ചെയ്യാനായിട്ടൊരു വലിയൊരു അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഒരു 4-5 കോമണേഴ്സിനെ നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റും. അത് വെറുതെ അങ്ങ് സെലക്ട് ചെയ്യല്ല, പല ആളുകൾക്കും ഒരു അവസരം കൊടുത്തതിന് ശേഷം ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റിലൂടെയാണ് അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഷോയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, പല സീസണുകളിലും അപ്ലൈ ചെയ്ത് നിരാശരായിക്കൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾ, കാരണം 1-2 പേരെയാണ് സാധാരണ എടുത്തിരുന്നത്, അതും അവരുടെ ഒരു ജൂറി ചെക്ക് ചെയ്തതിന് ശേഷം പല ആൾക്കാരെയുമാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം വളരെയധികം ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു, അതിൻ്റെ എൻ്റെ ഡേറ്റ് കഴിഞ്ഞു. അതിനുശേഷം ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള മൈജിയാണ് ഇപ്രാവശ്യം ഈ ഒരു അവസരം ഒരുക്കുന്നത്. അതിന് അവർ പ്രൊമോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അനീഷിനെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്കറിയാം, മൈജിയുടെ കണ്ടസ്റ്റൻറ്റിലൂടെ വിജയിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് ബിഗ് ബോസ് സീസൺ 7 ഫിനാലെ വരെ എത്തി. ഒരുപക്ഷെ ടൈറ്റിൽ വിന്നർ ആയേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ അനീഷിന്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ച ഒരു ഷോ എന്ന രീതിയിൽ അനീഷ് ആണ് സാധാരണ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയൊരു അവസരം, ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെയാണ് മൈജി ഒരു കോൺടെസ്റ്റ് വയ്ക്കുന്നു. ചിലപ്പോൾ അത് ബിഗ് ബോസ് സെലക്ട് ചെയ്ത ആളുകൾ വേറെ, മൈജിയിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്നും 2 സെലക്ട് ചെയ്ത ലിസ്റ്റിൽ നിന്നുമായിരിക്കും ചിലപ്പോൾ ഫൈനൽ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ബിഗ് ബോസിന്റെ ആ അഗ്നിപരീക്ഷ സെലക്ഷൻ ലിസ്റ്റിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കയറാൻ പറ്റുകയാണെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത മണ്ടത്തരങ്ങളും വിട്ടുതരങ്ങളും എല്ലാം മാറ്റി നല്ലൊരു വീഡിയോ അതിലൂടെ ഇനിയും അപ്ലോഡ് ചെയ്ത് ഇനിയും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഒരു സാധ്യതയും ഒരുക്കുകയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക്. കാരണം സീസൺ 1 തൊട്ട് 7 വരെ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പുള്ള സീസണുകളിൽ കോമണേഴ്സ് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എങ്കിൽ കഴിഞ്ഞ സീസണിലാണ് കോമണേഴ്സിന്റെ ഒരു പവർ, അല്ലെങ്കിൽ കോമണറുടെ അനീഷ് എന്ന പേരിൽ നമുക്ക് ആ പവർ കണ്ടത്. ബിഗ് ബോസിൽ എൻട്രി ചെയ്ത് ആ നിമിഷം മുതൽ അനീഷ് കളിയിലേക്ക് കടന്നു. പല സാഹചര്യങ്ങളിലും അനീഷിന്റെ ഗെയിം പ്ലാൻ മാറ്റി കറക്റ്റ് രീതിയിൽ കളിച്ച് അനീഷ് ആദ്യം ഒരു വെറുപ്പ് ഉണ്ടാക്കിയ ആളുകൾ തന്നെ അവസാനം അനീഷാണ് ജെന്യുവനായിട്ട് കളിച്ച ആള് എന്ന് പറയിപ്പിക്കുന്ന ആ രീതിയിലേക്ക് അവരെത്തി. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിന്നർ ആയേക്കാം എന്നൊരു വിശ്വാസം സാധാരണ ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ബിഗ് ബോസ് ഇപ്രാവശ്യം കുറേയധികം കോമണേഴ്സിനെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്രാവശ്യം മണ്ടത്തരം കാണിക്കരുത്, സമയമുണ്ട്. ജൂലൈ 24 വരെയാണ് ഡേറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിനുള്ളിൽ നിങ്ങൾ സാവകാശം സമയമെടുത്ത് എന്താണ് പ്രസന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, ആളുകൾക്ക് മുഷിപ്പ് ഇല്ലാത്ത രീതിയിൽ വീഡിയോന്റെ ആദ്യം തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതിയിൽ പ്രസന്റേഷൻ ഒരുക്കി അയച്ചു കഴിഞ്ഞാൽ 50 MB കൂടരുത്, 3 മിനിറ്റിൽ കൂടരുത്, ശ്രദ്ധിച്ച് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സെലക്ഷൻ പാനലിന് ഒരു ഇമ്പാക്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യും, ഫൈനൽ ലിസ്റ്റിലേക്ക് ഇടും. പിന്നെ അതിനുശേഷം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 8 കളിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നത്, ചിലപ്പോൾ ഇതിന് മുമ്പ് കിട്ടിയ അപ്ലിക്കേഷൻസിലൊന്നും കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കോമണേഴ്സിനെ കിട്ടിയിട്ടുണ്ടാവില്ല. ചവറ് പോലെ ചിലപ്പോൾ വീഡിയോസ് അയച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന കണ്ടസ്റ്റന്റിന് കിട്ടാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ മൈജിയിലൂടെ, അത് മൈജിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കാം. മൈജി ടൈറ്റിൽ സ്പോൺസർ ആയതുകൊണ്ട് തന്നെ ഒരു പേര് ഒന്നുകൂടി ഒരു പേര് അതിൽ കൊണ്ടുവരാനായിട്ടായിരിക്കാം. എന്തായാലും നമുക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ ഇവിടെ തന്നെ കാണാം. താങ്ക് യു.